ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ആത്മീയ ഗുരുക്കൾ, അതായത് സ്പിരിച്വൽ ഗൈഡ്സ് നമ്മളോട് വന്ന് സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും. യെസ്, അവർ വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെ കുറിച്ചുള്ള അടയാളങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്പർ 1, ഏഞ്ചൽ നമ്പേഴ്സ്. ഇത് സ്പിരിച്വൽ അവേക്കനിങ്ങിൽ വരുമ്പോൾ എല്ലാവരും അനുഭവിച്ചറിയുന്ന കാര്യമാണ് ഈ ഏഞ്ചൽ നമ്പേഴ്സ്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരേ പാറ്റേണിലുള്ള നമ്പർ കാണുന്നത് 1 1 2 2 2 3 3 3 എന്നിങ്ങനെ നമ്മൾ ആ ഒരു 9 9 വരെ 0 0 ഇങ്ങനെ കുറേ നമ്പേഴ്സ് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കാണുന്നത് ആ സ്പിരിച്വൽ ഗൈഡ് വന്ന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ഈ ഓരോ ഏഞ്ചൽ നമ്പേഴ്സിനും ഓരോരോ അർത്ഥമുണ്ട്. ആ അർത്ഥം മനസ്സിലാക്കുമ്പോൾ നമ്മളോട് അവർ വന്ന് എന്താണ് സംസാരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് കോമൺ ആയിട്ട് നമ്മൾ ഫസ്റ്റ് സ്പിരിച്വൽ അവേക്കനിങ്ങിൽ വരുമ്പോഴേ നമുക്ക് കിട്ടുന്ന അനുഭവം എന്ന് പറയുന്നത് ഏഞ്ചൽ നമ്പേഴ്സ് ആണ്. നമ്പർ 2, സ്വപ്നങ്ങൾ. നമുക്ക് ധാരാളം സ്വപ്നങ്ങൾ വരാൻ തുടങ്ങും. അത് മാക്സിമം നമുക്ക് കിട്ടുന്ന ഈ ഗൈഡൻസ് എല്ലാം ഒരു 3 മണി ടു ഒരു 5 മണിക്കുള്ളിലായിരിക്കും. ആ സ്വപ്നങ്ങളെല്ലാം സത്യമായിട്ട് നമുക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സൂചനകളായിരിക്കാം. അത് ചിലപ്പം ചില കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങളെക്കുറിച്ച് വരുന്നതായിരിക്കും. ചില സക്സസിനെ കുറിച്ചുള്ള ചില വിഷ്വൽസ് ആയിരിക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് ഒരു വാണിംഗ് പോലെ, അല്ലെങ്കിൽ ഒരു ചീറ്റിംഗ് എനർജി, ആരെങ്കിലും നമ്മളെ ചീറ്റ് ചെയ്യുന്നു കൂടെയുള്ളവരായാലും അതിനെക്കുറിച്ചുള്ള ചില സൂചനകൾ നമുക്ക് കൊണ്ട് കാണിച്ചു തരും. അപ്പോൾ ഈ സൂചനകളെല്ലാം നമ്മളൊന്ന് റെഡിയായിരുന്നോ, ഇങ്ങനെയാണ് നടക്കാൻ പോകുന്നത്, സോ നീ ഒന്ന് സൂക്ഷിച്ചിരുന്നോളൂ എന്ന് പറയുന്ന ചില സൂചനകളാണ്. അത് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ വലിയ വലിയ ആ ചീറ്റിങ്ങിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കും. പിന്നെ ചില സമയത്ത് നമുക്ക് ഈ സ്വപ്നങ്ങളുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. തുടക്കത്തിൽ അത് കുറച്ച് കഷ്ടമായിരിക്കും, എന്നാൽ പോകെ പോകെ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ എണീറ്റ ഉടനെ ആ സ്വപ്നത്തെക്കുറിച്ച് വീണ്ടും ഒന്ന് വിശകലനം ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതല്ല കുറേ നേരം ഇരുന്ന് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ കുറേ ഇമാജിൻ ചെയ്ത് ചിന്തിച്ചു കൂട്ടി അതിനെ കൊളാക്കും. അതുകൊണ്ട് ബെഡിൽ ഇരുന്നു കൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്ന് കറക്റ്റായിട്ടൊന്ന് വിശകലനം ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്പർ 3, നമ്മൾ തൂവൽ കാണാൻ തുടങ്ങും. വെതറൊക്കെ നമ്മൾ ഒരിക്കലും കാണാൻ ചാൻസ് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് പോലും നമ്മൾ തൂവൽ കാണാൻ തുടങ്ങും. ചിലപ്പോൾ നമ്മൾ ടി വിയിലോ മൊബൈലിലോ എന്തെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്നതും ഇതെല്ലാം നമുക്ക് കിട്ടുന്ന ആ സ്പിരിച്വൽ ഗൈഡ് വന്ന് നമ്മളോട് സംസാരിക്കുന്നത് തന്നെയാണ്. ഇത് കൂടുതൽ സമയവും കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കും, മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ കറക്റ്റ് വേയിലാണ്, ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചിലപ്പോൾ അതിനെക്കുറിച്ച് അയ്യോ നടക്കുമോ, എനിക്ക് ഒന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ ടയേർഡായി ഇരിക്കുന്ന സമയത്തായിരിക്കും വന്ന് കാണിക്കുന്നത്. ഡോണ്ട് വറി, ധൈര്യമായിട്ടിരിക്കുന്നത് ഈ കറക്റ്റ് റൂട്ടിലാണെന്ന് ആ സ്പിരിച്വൽ ഗൈഡ് വന്ന് നമ്മളോട് സംസാരിക്കുന്നതാണ്. നമ്പർ 4, ഇൻറ്റ്യൂഷൻ. നമ്മളെ ഇൻറ്റ്യൂഷൻ വന്ന്, അതായത് നമുക്കുള്ളിൽ ആരോ വന്നിരുന്ന് സംസാരിക്കുന്ന പോലെ ഒരു ഫീലിംഗ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു ഡൗട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി, ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് നടക്കോ ഇല്ലയോ എന്നൊക്കെ നമുക്കൊരു ഡൗട്ട് വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഇൻറ്റ്യൂഷൻ വന്ന് പറയും പോണ്ടെങ്കിൽ പോണ്ട, അല്ലെങ്കിൽ പോകണമെങ്കിൽ പൊയ്ക്കോളൂ. അങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് ആരോ വന്നിരുന്ന് പറയുന്ന പോലെ പറയും. അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ അതിനെ നമുക്ക് തോന്നുന്നതായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ ഈ സ്പിരിച്വൽ അവേക്കനിങ്ങിൽ എത്തുമ്പോൾ ഇങ്ങനെ വരുന്ന ഇൻറ്റ്യൂഷൻസ് എല്ലാം നമുക്കുള്ള ആൻസർ ആയിരിക്കും. അതായത് ചില സ്ഥലത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പലരും അനുഭവിച്ചിട്ടുണ്ടാവും, ഞാനും അനുഭവിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ. നമ്മൾ എവിടെയെങ്കിലും പോകാൻ വേണ്ട നമുക്ക് ഇത് നടക്കില്ല എന്ന് ഒരു ഇൻറ്റ്യൂഷൻ പറയും. എന്നാലും നമ്മൾ വീണ്ടും ഇല്ല ഇത് തോന്നുന്നതായിരിക്കും എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു തടസ്സം വരും. മേ ബി ആ റൂട്ട് ബ്ലോക്ക് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ആ കാര്യമേ ഒരു നടക്കില്ല. അങ്ങനെ നമ്മൾ പലപ്പോഴും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഇൻറ്റ്യൂഷൻ പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്കതിൽ സക്സസ് ആയിരിക്കും വരുന്നത്. അത് ഇതെന്താന്ന് വെച്ചാൽ ആ ഒരു ശക്തി വന്ന് നമുക്കുള്ളിൽ ഒരു എനർജി പാസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ചിന്തയായിട്ട് നമുക്ക് വരും. അതാണ് അത് ആ ഒരു ഉള്ളിൽ നിന്ന് വന്ന് പറയുന്നത്. ആ ഇൻറ്റ്യൂഷൻ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് വേണ്ട എല്ലാ ആൻസേഴ്സും നമുക്ക് കിട്ടാൻ തുടങ്ങും. നമ്പർ 5, കോഇൻസിഡൻസ്. അതായത് ചില കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ച കാര്യമായിരിക്കും. അത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു റൂട്ടിൽ അതിനുള്ള സിറ്റുവേഷൻസ് എല്ലാം നമുക്ക് അനുകൂലമായി വന്ന് ആ കാര്യം നടക്കും. ഇതെല്ലാം നമ്മൾ ശരിയായ റൂട്ടിലാണ്. ആ സ്പിരിച്വൽ ഗൈഡ് വന്ന് നമുക്ക് എല്ലാം ആ സാഹചര്യങ്ങളെല്ലാം ചെയ്തു തരുന്നതാണ്. ഇതെന്നല്ല, നമ്മൾ ശരിയായ റൂട്ടിലാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്പർ 6, മൃഗങ്ങൾ. അതായത് മൃഗങ്ങൾ, ബേർഡ്സ്, ചിത്രശലഭങ്ങൾ ഇതെല്ലാം നമ്മളെ തേടി വരാൻ തുടങ്ങും. മൃഗങ്ങൾക്കല്ല, നമ്മുടെ ഫീലിങ്സിനെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഓറ ഒന്ന് ബ്രൈറ്റായി നമ്മളൊരു ഹൈ വൈബ്രേഷനിൽ ഇരിക്കുമ്പോൾ ഇത് ആ ജീവികൾക്കെല്ലാം അത് മനസ്സിലാക്കാൻ കഴിയും. അവ നമ്മെ തേടി വരികയും ചെയ്യും. അത് മാത്രമല്ല, ഓരോരോ ചിത്രശലഭങ്ങൾക്കും ഓരോരോ അർത്ഥമുണ്ട്. സോ അതെല്ലാം വന്ന് നമുക്ക് മെസ്സേജ് തരും. ഓരോ ബട്ടർഫ്ലൈസിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുമ്പോൾ എന്ത് മെസ്സേജാണ് നമുക്ക് തരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
നമ്പർ 7 ഗൂസ് ബംസ്. അതായത് നമുക്കൊരു രോമാഞ്ചം വരും. പെട്ടെന്ന് വിചാരിച്ചിരിക്കാതെ പെട്ടെന്ന് നമുക്ക് രോമാഞ്ചം വരും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നടക്കോ ഇല്ലയോ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കിങ്ങനെ ശരീരത്ത് കുളിര് കോരിയിടും. ഇത് നടക്കാൻ പോകുന്നു, നീ വിചാരിച്ചത് കറക്റ്റാണ് എന്ന് കാണിക്കുന്ന സൈനാണ്. ആ സ്പിരിച്വൽ ഗൈഡ് പറയുന്നതാണ്. ഇത് തണുപ്പ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ AC-യിൽ ഇരുന്ന് കൊണ്ടോ വരുന്ന രോമാഞ്ചം അല്ല. ഇത് നമ്മൾ അത്രയും ചൂടുള്ള സ്ഥലത്ത് നിന്നാൽ പോലും പെട്ടെന്ന് കുളിര് കോരിയിടും. അത് ചില സമയത്ത് ഇതൊരു വാണിംഗ് ആയിരിക്കും. ഓ മൈ ഗോഡ്, ചില സമയത്ത് ഇതൊരു വാണിങ്ങിന് കൂടെ നമുക്കിങ്ങനെ രോമാഞ്ചം വരും. അതായത് ഈ സ്ഥലം ശരിയില്ല, ഇവിടെ നിന്ന് മാറിപ്പോകുമോ എന്ന് പറയുന്ന ഒരു വാണിംഗ് കൂടെ ആയിരിക്കാം. ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി വരുമ്പം കൂടെ പെട്ടെന്ന് കുളിര് കോരിയിടാറുണ്ട്. ഇത് എനിക്ക് ഒരുപാട് കൂടുതൽ ഞാൻ ഫീൽ ചെയ്യുന്നത്, എനിക്ക് നെഗറ്റീവ് എനർജി വരുമ്പോൾ പെട്ടെന്ന് എൻ്റെ ശരീരം ഇങ്ങനെ കുളിര് കോരിയിടും. ഞാൻ ഉടനെ അത് ഫീൽ ചെയ്യും. അതിനുള്ള റെമഡീസ് ചെയ്യുന്നത് വരെ ആ കുളിര് കോരിയിട്ട് എന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. നെഗറ്റീവ് എനർജിക്കുള്ള കുറേ റെമഡീസ് ഉണ്ട്, അത് ഞാൻ ഇന്നൊരു വീഡിയോയിൽ പറയുന്നതാണ്. സോ അങ്ങനെ നമുക്കൊരു വാണിംഗ് തരാനും ഇങ്ങനെയുള്ള സ്പിരിച്വൽ ഗൈഡ് വന്ന് നമുക്ക് ശരീരത്തിൽ കുളിര് കോരി ഇടുന്നതായിട്ട് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കും. നമ്പർ 8, പ്രകൃതിയിൽ നിന്ന് നമുക്ക് ചില സയൻസ് ഒക്കെ കിട്ടാൻ തുടങ്ങും. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ പെട്ടെന്ന് മഴ വരണമെന്ന് പ്രാർത്ഥിച്ചു, പെട്ടെന്ന് മഴ വന്നു, കാറ്റ് അടിച്ചെങ്കിലെന്ന് വിചാരിച്ചു, പെട്ടെന്ന് ആ കാറ്റ് വന്ന് എന്നെ അങ്ങനെ പുൽകി തഴുകി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ഇതൊക്കെ അങ്ങനെ ആ ഒരു സയൻസ് ആണ്. ഇതെല്ലാം ഒരു അവിചാരിതമായി നടക്കുന്നതാണ്. പക്ഷെ ഇത് ചിലപ്പോൾ നാച്ചുറലായിട്ട് നടക്കുന്നതായിരിക്കും. പക്ഷെ ആ സമയത്ത് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അത് നാച്ചുറലായിട്ട് നടക്കുകയും എല്ലാം കൂടെ ഒത്തൊരുമിച്ച് വരും. ഇതെല്ലാം ആ സ്പിരിച്വൽ ഗൈഡ് അത് വിചാരിക്കുന്നതും നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതെല്ലാം ആ സ്പിരിച്വൽ ഗൈഡിന്റെ ആ ഒരു സൈനാണ്. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇത് വിശ്വസിക്കണമെന്നില്ല. ഇത് നടക്കുന്നതൊന്നും പ്രൂഫ് ചെയ്യാനുള്ളതല്ല, ഇത് നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യാനാണ്. പലരും പറയാറുണ്ട്, നിങ്ങൾ എന്താണ് ഇങ്ങനെ സ്പിരിച്വൽ, ഇതൊക്കെ വെറുതെയാണ്, നിങ്ങൾക്ക് പ്രൂഫ് ചെയ്യാൻ പറ്റുമെന്ന്. ഇത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കാര്യമാണ്. ഞാൻ ധ്യാനം, നമ്മൾക്ക് ധ്യാനം ചെയ്യാൻ നമ്മളിങ്ങനെ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും. പണ്ടൊക്കെ നമ്മൾ ധ്യാനം ചെയ്യുന്നത് ചെയ്യാം അങ്ങനെ ഒരു മൂഡിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമുക്കതൊരു ശീലമായിരിക്കും. എന്നാൽ പിന്നെ നമുക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമായിരിക്കും ധ്യാനമില്ലാത്ത ദിവസം എന്ന് പറയുന്നത്. അത് നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും, അയ്യോ ധ്യാനം ചെയ്യാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ ഒരു മൂഡിൽ നമ്മൾ എത്തിച്ചേരും. പിന്നെ ഡെയിലി നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ ധ്യാനം ചെയ്യുന്ന ദിവസങ്ങളും ഉണ്ടാവും. സോ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം കറക്റ്റ് ആവാൻ തുടങ്ങും. നമ്മളൊന്ന് സ്റ്റേബിൾ ആവാനും ബാലൻസ്ഡ് ആവാനും തുടങ്ങും. പലപ്പോഴും നമ്മൾ തന്നെയാണോ ഇത് എന്ന് നമ്മൾ പ്രൗഡ് ഫീൽ ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് വരാൻ തുടങ്ങും. നമ്പർ 10 വിഷ്വൽസ്. നേരത്തെ അല്ല നമുക്ക് സ്വപ്നങ്ങളിലൂടെയൊക്കെ മാത്രം ആ സൂചനകൾ കിട്ടിയിരുന്നെങ്കിൽ പിന്നെ നമ്മൾ പതിയെ വെറുതെ ഇരുന്നിട്ട് ഒന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ചില വിഷ്വൽസ് വരാൻ തുടങ്ങും. വിഷ്വൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ കണ്ണടച്ച് തുറക്കുമ്പോൾ തന്നെ കുറേ ബട്ടർഫ്ലൈസ് പറക്കുന്നതായിട്ട് നമ്മൾ കാണും, ഈഗിൾസ് പറക്കുന്നതായിട്ട് കാണും. അതുപോലെ ഓരോരോ സിറ്റുവേഷൻസിന് അനുസരിച്ചുള്ള ഗൈഡൻസിനനുസരിച്ച് നമുക്ക് ഓരോരോ പിക്ചേഴ്സ് കിട്ടുന്നത് പോലുള്ള വിഷ്വൽസ് വരും. ചിലർക്ക് കുറേ കളേഴ്സ് കാണും. ഇത് പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഇതെല്ലാം സ്പിരിച്വൽ ഗൈഡ് വന്ന് നമ്മളെ നയിക്കുന്നതാണ്. പിന്നെ ധ്യാനത്തിലൂടെ നമുക്ക് കിട്ടാൻ തുടങ്ങും ചില വിഷ്വൽസ്. ഈ വിഷ്വൽസിലൂടെ എല്ലാം നമുക്കുള്ള വാണിങ്ങും നമുക്കുള്ള സൂചനകളും നമ്മളെ സക്സസിനെ കുറിച്ചും നമ്മളെ പാസ്റ്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ചില സൂചനകളെല്ലാം നമുക്ക് കിട്ടാൻ തുടങ്ങും. ഇതെല്ലാം ആ സ്പിരിച്വൽ ഗൈഡ് നൽകുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ സയൻസിൽ നിങ്ങൾക്ക് എന്തെല്ലാം സയൻസ് ഉണ്ടെന്ന് നിങ്ങൾ കമൻസിൽ വന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ. Thanks for watching.